നമസ്കാരം. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള വലിയ തയ്യാറെടുപ്പിലാണ് തമിഴ്നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. ഇതിൽ ഒരു മുഴം മുന്നേ എറിയുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാടുമായിട്ട് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ പുതിയ മുഖം, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള തമിഴ് ചലച്ചിത്ര താരമായ വിജയ് വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. വിജയുടെ പാർട്ടി തമിഴക വെട്രി കഴകത്തിൻ്റെ ഒരു വലിയ പരിപാടി ഇന്ന് ചെന്നൈയിൽ നടക്കുകയാണ്. അത് പൂർണ്ണമായിട്ട് നമ്മളിത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആരെയാണ് ഈ വിജയ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടും. 3000-ഓളം മുസ്ലിം സമുദായ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊരു നോമ്പുതുറ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ തമിഴക വെട്രി കഴകത്തിൻ്റെ നേതാവായിട്ടുള്ള വിജയ് മുസ്ലിം സമുദായത്തിൻ്റെ ആളുകൾ തലയിൽ വെക്കുന്ന തൊപ്പിയെല്ലാം തലയിൽ ധരിച്ചുകൊണ്ട് വലിയ രീതിയിൽ താൻ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളത് കൂടി മുസ്ലിം സമൂഹത്തിൻ്റെ മുന്നിൽ അത്യാവശ്യം മോശമല്ലാത്ത വോട്ട് ബാങ്ക് തമിഴ്നാട്ടിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലേക്കുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വിജയ് ചെയ്തിരിക്കുന്നത്. ഇത് വിജയ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നൊരു വിഷയം സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. DMKയുടെ വോട്ടുകളെ കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അത് വിജയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിലും കോൺഗ്രസിൻ്റെയും DMKയുടെയും എല്ലാം വോട്ടായിരിക്കാം. കോൺഗ്രസിനൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ വോട്ടില്ല. പക്ഷേ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് അത് കൃത്യമായിട്ട് കണ്ണുവെച്ചുകൊണ്ട് വിജയ് മുന്നോട്ട് പോവുകയാണ്. നിലവിൽ BJPക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് BJPയുടെ നിലപാടുകൾ തന്നെയായിരിക്കും. കാരണം ഇവിടെ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് ശതമാനത്തിൽ വലിയ വിള്ളലുകളും തകർച്ചയും ഉണ്ടാക്കാനായിട്ട് വിജയ്ക്ക് സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്ത് പ്രധാനമായിട്ടും തമിഴക രാഷ്ട്രീയത്തിൽ മുഖ്യമായിട്ട് നിലകൊള്ളുന്നൊരു വിഷയം അവിടെ പ്രാദേശികമായിട്ടുള്ള വാദങ്ങൾ തന്നെയാണ്. ഈ പ്രാദേശിക വാദങ്ങളോടൊപ്പം തന്നെ ഹിന്ദി വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിൽ ഈ ആളുകളുണ്ട്. അപ്പോൾ ഈ തർക്കമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായിട്ടും പോക്കറ്റിലാക്കി ആദ്യത്തെ പടി താൻ വിജയിക്കുക എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ വിജയ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തന്ത്രമായിട്ടാണ് കാണുന്നത്. നിരവധി ഫാൻസ്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫാൻസ് ആണ് തമിഴ്നാട്ടിൽ ഈ വിജയിക്കുള്ളത്. അവരെല്ലാവരും ഒരു പരിധിവരെ ഇയാളുടെ കൂടെ ഉണ്ട് താനും. അപ്പോൾ ചരിത്രപരമായിട്ട് വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നേറ്റം എന്നുള്ള നിലയിലേക്കാണ് വിജയ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിൽ അണ്ണാമലൈ IPS അല്ലെങ്കിൽ അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഏറ്റവും കൂടുതൽ ഇതിലെല്ലാം ആഹ്ലാദിക്കുകയാണ്. DMK എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണമായിട്ടും അടിവേരിറക്കുന്ന ഒരു സംഭവമായിട്ടായിരിക്കണം ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഇവരുടെ പ്രവർത്തനം എന്നുള്ളതിൽ തർക്കമില്ല. കൂടുതലായിട്ടും നമ്മൾ മനസ്സിലാക്കുക, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ BJPയുടെ ഒരു മുന്നേറ്റം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ചരിത്രപരമെന്ന് നമ്മൾ പറയുമ്പോൾ 13 ലക്ഷം വോട്ടുകൾ മാത്രമാണ് പാർലമെന്റ് ഇലക്ഷനിൽ BJP കിട്ടിയിരുന്നെങ്കിൽ അത് 80 ലക്ഷമാക്കി ഉയർത്താനായിട്ട് BJPക്ക് ഇത് സാധിച്ചത് ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ചില സഖ്യകക്ഷികളെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മുന്നേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കഴിഞ്ഞ വട്ടമെല്ലാം ഒരു തരത്തിലും മുന്നേറാൻ സാധിക്കാതെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കിതച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 5 വർഷത്തിനിടയിൽ അവിടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പദവിയോടുകൂടി ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന അണ്ണാമലയുടെ വലിയ തരത്തിലുള്ള മണ്ണ് മക്കൾ വാദം എന്നുള്ള സംഭവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പൂർണ്ണമായിട്ടും ഒരു ദേശീയതയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം നൽകുന്ന രീതിയിലേക്കായിരുന്നു ഈ പറയുന്ന അണ്ണാമലയുടെ ഒരു കുതിച്ചുചാട്ടം. ഇത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ താമര ചിഹ്നം ഉണ്ടായിരുന്നു പുള്ളി കുതിച്ചു ചാടിയത്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഒരു BJP അധ്യക്ഷൻ്റെ തോളിലേറിക്കൊണ്ട് ചുമലിലേറിക്കൊണ്ട് മുഴുവൻ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലെ ഗ്രാമാന്തരങ്ങളിൽ മുഴുവൻ കയറി ഇറങ്ങിക്കൊണ്ട് വലിയ ഒരു പരിപാടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ജനമുന്നേറ്റ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും തമിഴ്നാടിൻ്റെ BJP നേതാവായിട്ടുള്ള അണ്ണാമലൈ മുന്നോട്ട് പോയത് തന്നെയാണ് ചരിത്രത്തിൽ ഇന്നേ വരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJPക്ക് നേടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്വാധീനവും ജനപങ്കാളിത്തവും ഇത്തവണ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാൾ കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ രീതിയിലുള്ള വിഷയങ്ങൾ
വിഷയങ്ങൾ തന്നെയാണ് DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വലിയ തരത്തിൽ BJP-യെയും അല്ലെങ്കിൽ BJP-യുടെ നേതാക്കന്മാരെയും ഓരോരുത്തരെയും ജയിലിലിടാനും പ്രശ്നങ്ങളിൽപ്പെടുത്താനും കള്ളക്കേസിൽ അകപ്പെടുത്താനും ഒക്കെ നിരന്തരമായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള ശ്രമങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പാഴാകുന്ന തരത്തിലേക്കുള്ള ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പായിരിക്കണം ഈ വരാനിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത് പലപ്പോഴായിട്ടും DMK-യുടെ ഒരു അപ്രമാദിത്യം തന്നെയായിരുന്നു. AIADMK എന്ന് പറയുന്ന ജയലളിതയുടെ പാർട്ടി പോലും പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതെയാകുന്നൊരവസ്ഥയായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് AIADMK-യുമായിട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. സഖ്യം പിരിയുന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു BJP മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ചു നിന്ന് മത്സരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ചിലപ്പോൾ ചിത്രം തന്നെ തമിഴ്നാടിൻ്റെ മാറിയേൻ. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ വട്ടം BJP നടത്തിയത്. പക്ഷേ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIADMK-യുമായിട്ട് സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയുടെ പാർട്ടി പിടിക്കുന്ന വോട്ടും BJP പിടിക്കുന്ന വോട്ടും AIADMK പിടിക്കുന്ന വോട്ടും എല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടാകുമെന്നുള്ളതിൽ നിസ്സംശയം നമ്മൾക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളുടെ വികാരം ഇന്ന് ഈ പറയുന്ന വ്യക്തിക്കെതിരുണ്ട്. പൂർണ്ണമായിട്ടും പണം കൊടുത്തും അല്ലെങ്കിൽ സാധന സാമഗ്രികൾ കൊടുത്തും വോട്ട് ചെയ്യിക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു കൊലകൊമ്പനായിട്ട് തന്നെയാണ് പ്രധാനമായിട്ട് നിലവിൽ DMK നേതാവായിട്ടുള്ള സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ അവിടെ നിലകൊള്ളുന്നത്. കൂട്ടത്തിൽ സ്റ്റാലിൻ്റെ മകൻ പറഞ്ഞതുപോലെ സനാതനധർമ്മത്തെ ഒരു വലിയ വൈറസായിട്ട് കാണുകയും സനാതനധർമ്മം എന്ന് പറഞ്ഞ ഭാരതത്തിൻ്റെ ആത്മാവിനെ ഇവിടെ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകളെടുത്ത് എന്തുകൊണ്ട് ഇതുപോലുള്ള സംവിധാനങ്ങളുടെ ഒപ്പം നിന്നിങ്ങനെ സംസാരിക്കുന്നു എന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയമാണ്. ഞങ്ങൾ ദക്ഷിണേന്ത്യക്കാർക്ക് BJP ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ള രീതിയിലേക്കാണ് ഇവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടുപോകുന്നത്. കർണാടകയിൽ നിരവധി വട്ടം BJP അധികാരത്തിൽ വന്ന വിഷയങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും ഇവന്മാർ പറയില്ല. ഇവർ പറയുന്ന ഒരേ കാര്യം, ഞങ്ങൾ തമിഴ്നാട് മലയാളികൾ ആന്ധ്രക്കാരെല്ലാവരും തന്നെ BJP അകറ്റിയിരുന്ന ആൾക്കാരാണ്. പൂർണ്ണമായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടകയിൽ ഉണ്ടായ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിന്നുകൊണ്ട് BJP-യെ തളക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയ DMK-ക്ക് സ്വന്തം തട്ടകമായിട്ടുള്ള തമിഴ്നാട്ടിൽ അടിപറന്ന ഒരു അവസ്ഥയാണ് വരാനിരിക്കുന്ന സമയങ്ങളിലുള്ളത്. ഇപ്പോൾ വിജയ് കാണിച്ചിരിക്കുന്ന ഈ ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ മുസ്ലിം സമുദായം കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും DMK-ക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകളാണ്. ഇവരുടെ വോട്ടിംഗ് ശതമാനം പൂർണ്ണമായിട്ടും വിജയിലേക്ക് വരുന്ന അല്ലെങ്കിൽ വലിയ ഒരു ഭാഗം വിജയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് താൻ അവരോധിക്കുന്ന ദിവസങ്ങൾ എണ്ണിയിരിക്കാനാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് വിജയ് കൊടുത്തിരിക്കുന്ന വാക്ക്. അപ്പോൾ പല രീതിയിൽ പണമിറക്കിയും പല സംവിധാനങ്ങൾ ഉണ്ടാക്കിയും നിലവിലെ സാഹചര്യത്തിൽ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നേരിടാൻ വേണ്ടി വിജയ് കാണിച്ചിരിക്കുന്ന ഇതുപോലുള്ള നിലപാടുകൾ BJP-ക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമാകുന്നത് എന്നുള്ളത് സംശയമില്ലാതെ തന്നെ പറയാനായിട്ട് സാധിക്കും. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കൂടി ഈ ഒരു വിഷയം വലിയ തരത്തിൽ പ്രതിപാദിക്കാനുള്ള സാഹചര്യവും സാധ്യതയുമുണ്ട്. പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കുക, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകുന്നു. BJP ഇങ്ങനെ ഈ മാറ്റത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഏറ്റവും വലിയ കുതിപ്പ് വരാനിരിക്കുന്ന സമയങ്ങളിൽ BJP തന്നെ ഉണ്ടാക്കും. അതിനെ ഭാവിയിൽ AIADMK-യുമായിട്ടൊരു സഖ്യം കൂടി ചേർന്ന് കഴിഞ്ഞാൽ DMK-യും അല്ലെങ്കിൽ തമിഴ്നാടിന് വേണ്ടി മാത്രം പ്രവർത്തിക്കും എന്ന് പറയുന്ന വിജയ് പോലെയുള്ള ആളുകളുടെ രാഷ്ട്രീയ സംവിധാനമൊക്കെ പാടെ തകർന്ന് തരിപ്പണമാകാനുള്ള സാഹചര്യം തന്നെയാണ്.